ഹലോ, ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ ഇതിന് സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ എടുക്കുന്ന പച്ചരി ഉഴുന്നും തന്നെയാണ് ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് ഒന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതി കാണിച്ചു തരാം. എനിക്കിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം ഇഡ്ഡലി നല്ല പൊങ്ങി വരികയും ചെയ്യും. അതേ സ്ഥാനത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും. ഒരിക്കലും ഹാർഡായി പോവില്ല. പലരുടെയും പ്രശ്നമാണ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് പച്ചരിക്ക് ഈ ഒരു കപ്പിലാണ് ഞാൻ പച്ചരി എടുത്തത്. ആ സെയിം കപ്പിൽ 3/4 കപ്പോളം ഉഴുന്നുകൂടി ഞാൻ ഈ പച്ചരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാവരും ഇത് പുതിർത്തി വെക്കാറ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. ഇതിനി നല്ലവണ്ണം ഞാൻ കഴുകിയെടുക്കും. നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനിത് പുതിർക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അരി ഉഴുന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഞാനിതാ നല്ലോണം അരി ഉഴുന്നും കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ 6 മണിക്കൂറോളായിട്ടുണ്ട്. നല്ലോണം ഇത് പൊതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഈ അരി ഞാൻ ആദ്യമേ കഴുകി വെച്ചതാണ്. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടിയും കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഹാൻഡ്ഫുള്ള് ചോറ്, നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതൊരു ഹാൻഡ്ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 ബാച്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ബാച്ചിലാണ് ഇപ്പോൾ ഒരു ഹാൻഡ്ഫുള്ള് ചോറ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കൂടുതൽ അരിയുടെ മേലെ ഒരുപാട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് അരി ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ, ജസ്റ്റ് അരിൻ്റെ ജസ്റ്റ് മേലെ വരുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഒരിക്കലും ഫൈൻ പേസ്റ്റായിട്ടും അടിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ തൊടുമ്പോൾ നമുക്കൊരു തരിതരിപ്പ് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു പരുവ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. തൊടുമ്പം കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഒരു തരിതരിപ്പ് ഉണ്ടാവണം. നമ്മളൊരു ബിസ്ക്കറ്റെല്ലാം പൊടിച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുക, ആ ഒരു രീതിയിൽ നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ ബാച്ച് ഞാൻ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഇത് നല്ലോണം പൊങ്ങി കിട്ടും. ഇനിയിപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ നല്ലൊരു ബ്ലാങ്കറ്റ് കൊണ്ട് ഇതൊന്ന് പൊതഞ്ഞ് വെച്ചാൽ മതി. അപ്പോഴും അതേപോലെ തന്നെ നമുക്ക് പൊങ്ങി കിട്ടും. ഇനി ഞാനിതൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഏകദേശം 6 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒഴിച്ചതിൽ നല്ലോണം ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇത് ചുട്ടെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതാ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ റോലും നമുക്ക് ആദ്യം ഓയിലൊന്ന് തടവി കൊടുക്കുക. ഓയിലോ എന്താണെന്ന് വെച്ചാൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇഡ്ഡലിയല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയും മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ റോലും ഞാനിപ്പോൾ ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണിത്. ഇതിൻ്റെ ഉള്ളു വെന്തിനോന്ന് നമുക്ക് ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കുത്തിയിട്ടൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇഡ്ഡലിയും ചുട്ടതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലത്തെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പച്ചരിക്ക് 3/4 കപ്പ് ഉഴുന്നും 2 ഹാൻഡ്ഫുള്ള് ചോറും ഇട്ടിട്ട് നല്ലൊരു ബിസ്ക്കറ്റ് പൊടിച്ച പരുവത്തിലേക്ക് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ചുട്ടാൽ ഇതേപോലത്തെ നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി തന്നെ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇഡ്ഡലി ആടായി പോകുന്നവരാ നിങ്ങളെങ്കിൽ ഈ ഒരു പ്രപ്പോർഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക.
നോക്കുക. അതിനുശേഷം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസോ ടിപ്സോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്